കാരം ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം 18 ശ്ലോകം വരെയാണ് നോക്കിയത്. അവിടെ ജ്ഞാനിയുടെ എങ്ങനെയാണ് വ്യവഹാരം, അവർ എല്ലാവരും എങ്ങനെയാണ് സമദർശിത്വം എങ്ങനെയാണ് ആത്മാവിൽ ഈ നാനാത്വത്തിലും ഏകത്വത്തെ കാണുന്നു എന്ന ശ്ലോകത്തിനെ കാണിക്കാനായി ആ ആത്മാവിൽ അങ്ങനെ ഒരു ഭേദങ്ങളില്ല, പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭേദങ്ങളില്ല. പക്ഷെ ഭേദങ്ങളെ ഇവിടെ നിഷേധിക്കുന്നില്ല, നാനാത്വത്തെ നിഷേധിക്കുന്നില്ല. ഭേദങ്ങളുണ്ട്, ആ ഭേദങ്ങളുള്ള അഭേദമായ ആത്മതത്വത്തെ ബോധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു. അല്ലാതെ ആത്മബോധത്തോടു കൂടി ഇവിടെ നാനാത്വ ദർശനമേ ഇല്ല, ഭിന്ന ദർശനമേ ഇല്ല, അങ്ങനെ വേറെ എന്നുള്ളത് ഇല്ല എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക്, ഇപ്പോൾ സുഷുപ്തിയെ പോലെയുള്ള സ്റ്റേറ്റിലൊക്കെ ഒന്നുമില്ലല്ലോ, അവിടെ വേറെ ഞാൻ നീ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റല്ല, മനസ്സിൻ്റെ നിലയല്ല അത്, അങ്ങനെയുള്ളൊരു ഭാവമല്ല, നാനാത്വത്തെ ദർശിക്കാതെയല്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഗുരു പരമ്പര ആയിട്ട് ശിഷ്യനുമായിട്ട് ഇങ്ങനെ പരമ്പരയായിട്ട് നമുക്ക് ഈ ജ്ഞാനം ലഭിക്കില്ലായിരുന്നു. അതോടുകൂടി തീർന്നു, വേറൊന്നുമില്ലല്ലോ, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ ഒരു അജ്ഞാനിയെ കാണുന്നതോ അങ്ങനെ ഒന്നുമില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല, ഗുരു പരമ്പരയെ ഇല്ലാതാവും. അതല്ല ആത്മതത്വം. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ അങ്ങനെ ഒരു നിലയാണ്. ഈ ലോകത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ, ദ്വൈതത്തിൽ നിന്ന് അല്ലെങ്കിൽ സുഖദുഃഖങ്ങളിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അതൊന്നും ആത്മാവിലില്ല എന്നാണ്, ഈ തന്നിലില്ല, പരമാർത്ഥത്തിൽ തന്നിലില്ല എന്നറിയുന്നതാണ്. അതുകൊണ്ടാണ് വിദ്യാ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവ സ്വഭാഗേച്ച പണ്ഡിത സമദർശിനം. അത് വലിയ പണ്ഡിതനായാലും ആത്മജ്ഞാനിയായാലും തത്വജ്ഞനായാലും പട്ടിയെ കഴിക്കുന്ന ചണ്ടാലനായാലും പട്ടിയിലും പശുവിലും ആനയിലും എല്ലാത്തിലും ആ നാനാത്വത്തെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ്, എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈ നാനാത്വത്തെ അറിഞ്ഞുകൊണ്ട് അത് ബാധിക്കപ്പെട്ടു അറിവുകൊണ്ട്. ഇവിടെ നാനാത്വം ഇല്ല, നൈഹൈവ കിഞ്ചിത് നാനാത്വം നാസ്തി, ഭേദബുദ്ധിയില്ല എന്നുള്ള ആ ബുദ്ധി, ഭേദബുദ്ധി ഇല്ലാതിരിക്കുന്ന ആത്മജ്ഞാനത്തിലാണത്, ആത്മബോധത്തിലാണ്. സ്വർണത്തിന് രൂപമില്ല, ആഭരണത്തിന് രൂപമുണ്ട്. അതാണ് നമ്മൾ ഇന്നലെ വ്യക്തമായി ചർച്ച ചെയ്തത്. ആഭരണം എന്നുള്ള നിലയിൽ രൂപമുണ്ട്, ആ രൂപമല്ല സ്വർണമായിരിക്കുന്നത്, സ്വർണം തന്നെയാണ് ആ രൂപമായിരിക്കുന്നത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ആത്മാവ് ഭിന്നമില്ലാതെ ഇവിടെ ഒരു നാനാത്വമില്ല, നാനാത്വത്തിന് അതിൻ്റെതായ ഒരു സത്യത്വം നിത്യത്വം ഇല്ല, ആ നാനാത്വം ഇല്ല ആത്മദർശനത്തിൽ. അതുകൊണ്ടാണ് സമദർശിനി എന്ന് പറയുന്നത്, സമദർശിനഹ എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം 19-ാമത്തെ. ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഹ. യേഷാം മനഃ, ആരുടെ മനസ്സാണോ, സാമ്യേ സ്ഥിതം, ഈ ബ്രഹ്മഭാവത്തിൽ സമദർശനത്വത്തിൽ നിൽക്കുന്നത്, ആരാണോ മനസ്സിങ്ങനെ അല്ലെങ്കിൽ ആരാണോ ഈ തത്വത്തെ ബോധിച്ചിരിക്കുന്നത്, ഇഹയേവ അല്ലാണ്ട് മരണാനന്തരമല്ല, ഈ ജീവിതത്തിൽ തന്നെ, തൈഹി സർഗഹ ജിതഹ, ഈ ജന്മം തന്നെ അവർ ജയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ജന്മത്തിന്റെ ആ സാഫല്യം, കൃതകൃത്യത അത് അവരിൽ ഉണ്ടായിരിക്കുന്നു. ഈ ജന്മത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പുരുഷാർത്ഥമായ മോക്ഷം, ധർമാർത്ഥ കാമ മോക്ഷമായ പരമമായ നാലാമതായി ഉള്ള മോക്ഷത്തെ അവർ പ്രാപിച്ചിരിക്കുന്നു. അവർക്ക് ഇനി ജന്മങ്ങളില്ല. കാരണം ജന്മങ്ങളെല്ലാം ശരീര മനോബുദ്ധികൾ താതാത്മ്യപ്പെട്ടുള്ള ജീവഭാവത്തിലാണ്. ആ ജീവ പരമാത്മ ഏകത്വത്തെ ബോധിച്ചവന് പിന്നെ എല്ലാ കർമ്മങ്ങളും ഭസ്മസാത് കുരുതേ എന്ന് പറഞ്ഞല്ലോ, സർവകർമാണി ഭസ്മസാത് കുരുതേ, ജ്ഞാനാഗ്നി കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പം എല്ലാം ഭസ്മമായി തീർന്നു. അവിടെ പിന്നെ ഇനി കർമ്മങ്ങളോ കർമ്മബന്ധനങ്ങളോ ഒന്നുമില്ല, കർത്തവ്യങ്ങളും ഇല്ല. അത് പരമാർത്ഥ ആത്മാവിൽ അങ്ങനെ ബോധിച്ചവന്, പിന്നെ തന്നിലില്ല എന്നറിയുന്നവന് അവിടെ യാതൊരു, പിന്നെ ആ ജന്മം തന്നെ അവൻ ജയിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. തൈഹി, അവരാൽ സർഗഹായവ ജിതഹ, സർഗം തന്നെ, ഈ ജീവിതം തന്നെ, ജന്മം തന്നെ ജയിച്ചിരിക്കുന്നു. ഈ ജന്മത്തിന്റെ സാഫല്യം, ജന്മത്തിന്റെ ലക്ഷ്യത്തെ പൂർത്തീകരിച്ചിരിക്കുന്നവർ, പുരുഷാർത്ഥമായ മോക്ഷത്തെ പ്രാപിച്ചിരിക്കുന്നു. ഹി, എന്തുകൊണ്ടെന്നാൽ നിർദോഷം സമം ബ്രഹ്മ, ഏകരസമാണ്, ഏകമാണ്, സമമാണ്, എല്ലാതും മറ്റൊന്നില്ലാതെ
ഒരു ദോഷങ്ങളും അതിലില്ല, നിർദോഷം. ശരീര മനോബുദ്ധികളിലുള്ള ദോഷങ്ങളൊന്നും തന്നിലില്ല. അതിൻ്റെ ധർമ്മങ്ങളൊന്നും, ശരീരത്തിൻ്റെ ധർമ്മങ്ങളൊന്നും തൻ്റെ ധർമ്മങ്ങളല്ല. മനസ്സിൻ്റെ ചിന്തകളുടെ, ബുദ്ധിയുടെ ചിന്തകളുടെ ഒന്നും ധർമ്മങ്ങൾ തന്നിലില്ല. യാതൊന്നും താൻ അതിൽ അടിമപ്പെടുന്ന അല്ലെങ്കിൽ അത് താതാത്മ്യപ്പെടുന്നില്ല. അവയൊന്നും തന്നിലേക്ക് ഇല്ല എന്നതാണ്. യാതൊന്നും അവനെ ദോഷം രഹിതമാണ്. അമലം, മലരഹിതം, ദോഷരഹിതം, അശുദ്ധമൊന്നും ആകാൻ പറ്റില്ല, ഒന്നിനെ തൊട്ടാൻ പറ്റില്ല, അല്ലേ? അതുപോലെ ആ ജ്ഞാനത്തിൽ അല്ലെങ്കിൽ ആ സമമായ തത്വത്തെ ബ്രഹ്മ, ആ രസം തന്നെയാണ് എന്താണ്, ആ തത്വം തന്നെയാണ് ബ്രഹ്മ. അത് ബ്രഹ്മം തന്നെയാണ്. അതാണ് ബ്രഹ്മം, ആത്മാ. അതിന് എന്ത് പേര് കൊടുത്താലോ, ഈശ്വരൻ, ബ്രഹ്മം, തത്വം, ആത്മാ എന്നുള്ള എല്ലാ വാക്കുകൾ കൊണ്ടും ബോധിപ്പിക്കുന്നത് ഈ ഒന്നിനെ തന്നെയാണ്. ബൃഹത്തായത് ബ്രഹ്മം, അങ്ങനെയുള്ള ആ വാക്കുകൊണ്ട്. തസ്മാത് തേ ബ്രഹ്മണി സ്ഥിതാഹ. അങ്ങനെ അതുകൊണ്ട് എന്താണ്, ആ സമദർശികൾ എന്ത് ചെയ്യുന്നു, ബ്രഹ്മത്തിൽ തന്നെ ഇരിക്കുന്നവരാകുന്നു. സ്ഥിതാഹ എന്ന് പറയുമ്പോൾ അത് മനസ്സിന്റെ നിലയൊന്നുമല്ല. അവരാ ബ്രഹ്മം തന്നെ, ബ്രഹ്മവിത് ബ്രഹ്മൈവ. ബ്രഹ്മത്തെ അറിഞ്ഞവർ ബ്രഹ്മം തന്നെ, ഈശ്വരനെ അറിഞ്ഞവർ ഈശ്വരൻ തന്നെ. അവർക്ക് പക്ഷെ നമ്മളെ ശരീര മനോബുദ്ധികളിൽ കാണണ്ട. അതെല്ലാം അതിൻ്റെതായ കുറവും കഴിവും എല്ലാം അതിൻ്റെതായ ലിമിറ്റഡ് ആണ്. അത് ശരീര മനോബുദ്ധികളുടെ ധർമ്മങ്ങളാണ്. അതിലൊന്നും താതാത്മ്യം തത്വജ്ഞനില്ല, ഈശ്വരനില്ല. ജീവാത്ഭാവം അവിടെ, ജീവശരീര ആത്മതത്വബോധം അതില്ല. അവിടെ ആത്മബോധമാണുള്ളത്, ശരീരബോധമല്ല, ശരീരാത്മബോധമല്ല. അതിനോട് താതാത്മ്യപ്പെട്ടിട്ടില്ല നിൽക്കുന്നത്, അതിൻ്റെ ധർമ്മങ്ങളല്ല. അല്ലെങ്കിൽ ആ ആത്മധർമ്മങ്ങളൊന്നും ശരീര മനോബുദ്ധികളിലും വരില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ശരീരം മനോബുദ്ധി, അവൻ ഈശ്വരനാണ്. ശരീരമല്ല മനസ്സും ബുദ്ധിയൊന്നുമല്ല, ആ ശരീരമല്ല, വ്യക്തിയല്ല. അതുകൊണ്ടല്ലേ കൃഷ്ണൻ പറയുന്നത്, മൂഢന്മാരെന്നെ ശരീരമായി കാണുന്നു, ജനിച്ച ഒരാളായി കാണുന്നു, തനുവിനെ ആശ്രയിച്ച്, അത് ശരീരത്തെ ആശ്രയിച്ച് നിൽക്കുന്നവനാണ് എന്നെ എന്ന് കാണുന്നു എന്ന് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ്. മൂഢന്മാരാണ് അങ്ങനെ കാണുന്നത്. അതായത് മൂഢന്മാരെന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ, ആത്മതത്വബോധത്തെ ഇല്ലാത്തവർ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മവിത് ബ്രഹ്മയേവ, ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞവർ, അങ്ങനെ ഏകരസമായ തത്വത്തെ അറിഞ്ഞവർ, അതുകൊണ്ട് തന്നെ തസ്മാത് തേ ബ്രഹ്മണി സ്ഥിതാഹ, അവർ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ അവർക്ക് ആ തത്വജ്ഞന്റെ നില പറയുന്ന അറിവിൽ ഞാൻ ഒരിക്കലും ഈ ശരീര മനോബുദ്ധികൾ താതാത്മ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ഈ ലോകം, ഈ നാനാത്വം എന്നുള്ളത് സത്യത്തിൽ ഇല്ല എന്നതാണ്. അതിനെ ബാധിക്കപ്പെട്ടു, ഈ നാനാത്വം ബാധിക്കപ്പെട്ടു. ഏതില്? ആത്മജ്ഞാനത്തിലാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നവിടെ വരുന്നത്. ജഗത് മിഥ്യ എന്നുള്ളത് ജഗത് ഇല്ല എന്നുള്ളതല്ല, അത് ആ ബ്രഹ്മസത്യത്തിലാണ് ജഗത് മിഥ്യയാകുന്നത്. അല്ല, അത് രണ്ടും കൂടി ഒന്നിച്ച് കണ്ടോളൂ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ജഗത് മിഥ്യ എന്ന് പറയുന്നത് ജഗത് ഇല്ല എന്നുള്ളതല്ല, ആ ബ്രഹ്മസത്യത്തിൽ യാതൊന്നും അതിന് ഭിന്നമായിട്ടില്ല. ഇപ്പം ഈ നാനാത്വം ഏകത്വത്തെ ദർശിക്കുന്നു, നാനാത്വത്തിൽ. അല്ല, നാനാത്വം ഉണ്ടായി, അങ്ങനെ വേറൊന്നും ഉണ്ടായിട്ട് പിന്നെ അതിൽ ഏകത്വത്തെ ദർശിക്കുകയല്ല. ഏകത്വത്തിൽ അങ്ങനെ ഒരു നാനാത്വം ഇല്ല. അങ്ങനെ അല്ലാതെ ഇതൊന്നും ഭിന്നമായിട്ട് യാതൊന്നും ഉണ്ടായിട്ടില്ല. ആത്മാവിന് ഭിന്നമായിട്ട് ഉണ്ടായി നിലനിന്ന് പിന്നെ ഇല്ലാതാകുന്നതല്ല. അത് വ്യക്തമായി മനസ്സിലാക്കുക. അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല ഒരിക്കലും. ഈശ്വരൻ ഇങ്ങനെ ഒരു നാനാത്വ ബോധത്തിലേക്ക് അല്ലെങ്കിൽ ശരീര മനോബുദ്ധികൾ താതാത്മ്യപ്പെട്ട് ഇറങ്ങി വന്നിട്ടില്ല, ജീവഭാവം സ്വീകരിച്ചിട്ടേ ഇല്ല ഒരിക്കലും. സ്വപ്നം എന്തെങ്കിലും തുടങ്ങി നടന്ന, സ്വപ്നം തുടങ്ങി നടന്നു, എന്നിട്ട് പിന്നെ സ്വപ്നം ഇല്ലാതായതാണോ? ഇല്ലാത്തതാണത്. ഇല്ലാത്തത് എങ്ങനെ തുടക്കും? ആദി അന്തം. അതുകൊണ്ടാണ് ആദി അന്തങ്ങളൊന്നും ഇല്ല. ഇത് തുടങ്ങി എപ്പോഴോ ഒരു സമയത്ത് അങ്ങോട്ട് തുടങ്ങി. അത് വന്ന് ഇവിടെ നിന്നല്ലേ പറയുന്നത്, അവിടെ നിന്ന് അറിയാൻ പറ്റുന്നുണ്ടോ അത് ഇന്ന സമയത്ത് തുടങ്ങി അത് നശിച്ചു? അങ്ങനെ ആദി അന്തങ്ങളൊന്നും ആത്മാവിലില്ല. അതൊരിക്കലും അങ്ങനെ രണ്ടാമത് വേറൊന്നായിട്ട് മാറിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൃഷ്ടിയും നടന്നിട്ടില്ല എന്നുള്ളതാണ്. സൃഷ്ടി നടന്നാലല്ലേ ഒരു സൃഷ്ടി, പിന്നെ ഒരു സ്രഷ്ടാവ്, അങ്ങനെ രണ്ടായി നിന്നിട്ടില്ല. സൃഷ്ടിയുണ്ട്, സ്രഷ്ടാവുണ്ട് എന്നുള്ളതെല്ലാം അജ്ഞനുള്ളതാണ്. അത് അജ്ഞാന ദൃഷ്ടിയാണ്, അതിലെ സത്യത്വങ്ങളാണ്, അല്ലാതെ പരമാർത്ഥ സത്യമല്ല. അപ്പോൾ ഈശ്വരൻ പോലും ഒരു നമ്മളെ രക്ഷിക്കുകയും എല്ലാം കാക്കുകയും രക്ഷിക്കുകയും എല്ലാം ചെയ്യുന്ന ഈശ്വരൻ പോലും എവിടെയാണുള്ളത്? അജ്ഞാന ദശയിലാണുള്ളത്. സൃഷ്ടി നടന്നു എന്നുള്ളത്, സൃഷ്ടാവ് തനിക്ക് ഭിന്നനായിട്ടൊരു ഈശ്വരൻ എന്നൊക്കെ സങ്കല്പിക്കുന്നത് പോലും അജ്ഞാന ദൃഷ്ടിയിലാണ്. ഈശ്വരനുണ്ടോ? അതൊക്കെ ഉണ്ടോ ചോദിച്ചാൽ നമ്മുടെ അനുഭവത്തിലുണ്ടല്ലോ, അല്ലേ? നമ്മുടെ അനുഭവം ദ്വൈതം സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഇതിലെല്ലാം ഉണ്ടെങ്കിൽ അവിടെ ഈശ്വരനും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പരമാർത്ഥത്തിൽ
അങ്ങനെ യാതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നാനാത്വം അങ്ങനെ വേറൊന്നായിട്ട് വന്നിട്ടില്ല, ഉണ്ടായിട്ടില്ല. സ്ക്രീനിൽ ഷോകളൊക്കെ നടക്കുന്നു, അങ്ങനെ വല്ലതും അവിടെ നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. അത് സ്ക്രീനായിരുന്നു. അത് നടക്കുമ്പോഴും അത് സ്ക്രീൻ തന്നെയാണ്, നടന്നു കഴിഞ്ഞ് പോയപ്പോഴും സിനിമയെല്ലാം കഴിഞ്ഞപ്പോഴും അത് സ്ക്രീൻ തന്നെയാണ്. എന്ന പോലെ ഇവിടെ യാതൊന്നും നടന്നിട്ടില്ല, ഇവിടെ ഒന്നും യാതൊന്നും നടക്കുന്നുമില്ല. അതുകൊണ്ടാണ് കർമ്മവും കർത്താവും കർമ്മ ഫല സംയോഗവും ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഇതൊന്നും എന്നിലില്ല, യാതൊന്നും ഇല്ല എന്നുള്ള ആ ബോധമാണ് തത്വബോധം. അതാണ് ഒരു ദർശിക്കുന്നത്. അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് നാനാത്വത്തെ നിഷേധിക്കില്ല, ഉണ്ടായിട്ട് നിഷേധിക്കുന്നതല്ല. നിഷേധിക്കുന്ന വെച്ചാൽ എന്തെങ്കിലും വേണ്ടേ? ഉണ്ടായതിനല്ലേ നിഷേധിക്കാൻ പറ്റൂ. ഇവിടെ നിഷേധിക്കാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നാനാത്വത്തെ എല്ലാവരും നിഷേധിക്കുന്നു, ആത്മബോധം അദ്വൈതം അതാ പറയുന്നത്. ദ്വൈതത്തെ നിഷേധിക്കുന്ന പറഞ്ഞാൽ ദ്വൈതം ഇല്ല. ദ്വൈതം ഇല്ല പറഞ്ഞാൽ ഇവിടെ ദ്വൈതം വ്യവഹാരത്തിലുണ്ട്, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ ആ വ്യവഹാരത്തിൽ ദ്വൈതം ഉണ്ടെങ്കിലും ആ വ്യവഹാരത്തിലുണ്ടെങ്കിലും അത് ആത്മഭിന്നമായിട്ടില്ല. അവിടെ ഇങ്ങനെ ശരിക്കും അതാണ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ആത്മബോധത്തിൽ തത്വബോധത്തിൽ വ്യവഹാരമില്ല, വ്യവഹാരത്തിൽ തത്വബോധവും ഇല്ല. വ്യവഹാര ബുദ്ധിയാണ് സത്യബുദ്ധിയാണെങ്കിൽ അവിടെ തത്വബോധ നിശ്ചയമില്ല. തത്വബോധ നിശ്ചയത്തിൽ പിന്നെ അവിടെ കർമ്മങ്ങൾ വ്യവഹാരവും ഇല്ല. വ്യവഹാരം പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ നാനാത്വ കാര്യങ്ങളെല്ലാം ഒന്നും ഞാൻ നിന്റെ നീ എന്നുള്ളതൊന്നും ആ പരമാർത്ഥ തത്വത്തിലും ഇല്ല. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഒരു പ്രതീതിയായിട്ട് തുടരുന്നു എന്നുള്ള അറിയുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുക. ഉദാഹരണം പൂർണ്ണമല്ലെങ്കിലും ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ അതിന് എന്ത് പറയുന്നു അത്രമാത്രം എടുക്കുക. അതിൽ കൂടുതലായിട്ട് ഉദാഹരണത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നതിൻ്റെ ഏത് കാര്യമാണ് ആ കാര്യം മാത്രം. എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും നോക്കിയിട്ട് ഒരു ഉദാഹരണം പറയാൻ സാധ്യമല്ല. അപ്പോൾ എന്തിനെ കുറിച്ച് പറയുന്നുള്ളൂ അതിനൊരു ഉദാഹരണം പ്രത്യേകിച്ച് ശാസ്ത്രങ്ങളിൽ പറയാറുള്ളത്, ഇപ്പം മരുമരീചികയുണ്ട്. മണലാരണ്യത്തിൽ ദൂരത്ത് നോക്കുമ്പോൾ വെയിലിൽ ഇങ്ങനെ വെയിലത്ത് ആ കാറ്റത്ത് ഇങ്ങനെ വെള്ളം ഇളകുന്ന പോലെ തോന്നും. വെള്ളം അവിടെ ഇങ്ങനെ നദി ഉള്ളത് അല്ലെങ്കിൽ വെള്ളമുള്ള പോലെ തോന്നും. അപ്പോൾ ഒരു ദാഹിക്കുന്ന ഒരുവൻ അവിടെ പോയി അവിടെ നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അത് വെറും മണൽ തന്നെയാണ്. വെയിൽ കൊണ്ടിട്ട് സൂര്യപ്രകാശം കൊണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ടായതാണെന്ന് അറിഞ്ഞ് അവൻ തിരിച്ചു വരികയാണ്, വീണ്ടും പഴയ സ്ഥലത്ത് വരികയാണ്. വീണ്ടും നോക്കുമ്പോൾ അത് കാണുന്നുണ്ട്, വെള്ളമായിട്ട് തന്നെ കാണുന്നുണ്ട്. പക്ഷെ അവന് ആ സത്യബുദ്ധി ഇല്ല, അത് പ്രതീതമായിട്ടുണ്ട്, വെള്ളം പോലെ പ്രതീതമായിരിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ സത്യബുദ്ധിയില്ല. എന്ന പോലെ വ്യവഹാരം ബാധിക്കപ്പെട്ടു. വ്യവഹാരം ഉണ്ട്, ശിഷ്യനുണ്ട്, ഗുരുവുണ്ട്, അല്ലെങ്കിൽ ഉപദേശിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്, തൻ്റെ ജീവിതമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും പരമാർത്ഥ തത്വത്തിൽ തന്നിൽ ഇതൊന്നും ഇല്ല എന്നുള്ളത് നിശ്ചയമായി ബോധിച്ചിരിക്കുന്നു. അതാണ് തത്വനിഷ്ഠ അല്ലെങ്കിൽ ആത്മബോധം സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അവിടെ ബാധിക്കപ്പെട്ടു. അല്ലാതെ അപ്പോൾ പിന്നെ അവിടെ വെള്ളം ഉണ്ടായിട്ട് ഇല്ലാതായതാണോ മരുമരീചികയിൽ? ഇല്ല, അവിടെ ഉണ്ടായിട്ടേ ഇല്ല അങ്ങനെ ഒന്ന്. എന്നതുപോലെ തന്നെ ഇവിടെ ദ്വൈതം ഉണ്ടായിട്ട് അതിൽ നിഷേധിക്കപ്പെട്ടതാണോ? അല്ല, ഇവിടെ ദ്വൈതമേ ഇല്ല, ഉണ്ടായിട്ടേ ഇല്ല എന്നതാണ് ആത്മബോധം, ആ പരമാർത്ഥ സത്യതബോധം. ഇങ്ങനെ നമ്മളത് ചിന്തിച്ച് മനസ്സിലാക്കണം. അല്ലാതെ ദ്വൈത നിഷേധമോ അങ്ങനെ ഉണ്ടായിട്ട് നിഷേധിക്കുന്നതോ അല്ലെങ്കിൽ ദ്വൈതം ഇവിടെ ഇല്ലെന്നോ വ്യവഹാരമില്ലെന്നോ അങ്ങനെയുള്ളതൊന്നുമല്ല. ആത്മബോധം കൊണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാം പുകയായി തീരുന്നു ചിന്തിക്കുന്ന പലരുമുണ്ട്. പിന്നെ യാതൊന്നുമില്ല, സുഖവുമില്ല, ദുഃഖവുമില്ല, ദോഷവുമില്ല, നന്മയില്ല, തിന്മയില്ല, ഒന്നുമില്ല എന്നുള്ളത് തന്നെ. അതെന്നിട്ട് അതിനെയൊക്കെ എന്ത് ചെയ്യും? തന്നിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാ ശരീര മനോബുദ്ധികളുടെ പ്രവൃത്തികളിലെല്ലാം നന്മയും തിന്മയൊന്നുമില്ല പറഞ്ഞാൽ എല്ലാ തോന്നിയാവസങ്ങളും ചെയ്യും. അങ്ങനെയല്ല, അത് ശരീര മനോബുദ്ധികളിൽ കൊണ്ടുവരുന്നിട്ട് ആ തത്വത്തെ. അപ്പം ഇതൊക്കെ നമ്മൾ ഈ സാധാരണ പ്രകരണ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ സാധാരണ ഈ പ്രഭാഷണങ്ങളോ അവിടെ ഇവിടെ ഇതൊക്കെ കേൾക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഗ്രഹിക്കും. എന്നിട്ട് ശങ്കരനെ ലാസ്റ്റ് പറയും, ശങ്കരൻ എല്ലാം മായ എന്ന് പറഞ്ഞു, എല്ലാം തെറ്റാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ തെറ്റായി ധരിച്ചുകൊണ്ട് ആത്മാവിനെ, നമ്മുടെ തത്വബോധത്തെ തെറ്റായി ധരിച്ചുകൊണ്ട് സത്യമായിട്ടുള്ള സാക്ഷാത്കാരവും ഇല്ല, ചെയ്യുന്നത് മുഴുവൻ അതിൻ്റെ പേരിൽ എല്ലാ തെറ്റും ശരികളും എല്ലാം ചെയ്തുകൊണ്ട്, ശരികളും തെറ്റാളും അതൊക്കെ ചെയ്ത് പോകും. അപ്പോൾ കാര്യമായിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള ബോധം അല്ലെങ്കിൽ അതിൻ്റെ അറിവ് അത് കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ചിട്ടും അവിടുന്ന് ഇവിടുന്നും വല്ലവരുടെയും പ്രഭാഷണങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം ഈ തത്വബോധം നിശ്ചയമാകില്ല. അതിന് ശങ്കര ഭാഷ്യത്തിലൂടെ തന്നെ, അത് സാമ്പ്രദായികമായി തന്നെ, അല്ലെങ്കിൽ അത് കാര്യമായിട്ട് പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് ആചാര്യന്മാർ വിശേഷമായി പറയുന്നത് അതുകൊണ്ടാണ്.
അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ട് വേണ്ട. കാരണം അവനവൻ്റെ തത്വബോധമാണ്, അവനവൻ്റെ സ്വരൂപമാണെന്നിരിക്കെ പഠിക്കണമെന്നില്ല. എല്ലാ അധികാരികൾക്കും അതിൻ്റെ ആവശ്യമില്ല. എല്ലാം പഠിച്ചാലേ ഇതാവുള്ളൂ എന്നുള്ളതൊന്നുമില്ല. പക്ഷേ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ അങ്ങനെയുള്ളൊരു ഗുരുവിനെ, അങ്ങനെയുള്ള ഒരു ശാസ്ത്രത്തെ സ്വീകരിക്കാൻ പറ്റുന്നത് തന്നെ, കിട്ടുന്നത് തന്നെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ പറ്റുന്നത് തന്നെ, ശരിയായി മനസ്സിലാക്കാൻ അതിനുള്ള യോഗ്യത ഉണ്ടാകുന്നത് തന്നെ എല്ലാം ഈശ്വരാധീനമാണ് എന്ന് പറയുന്നത് അതുണ്ടാവും. എല്ലാം ഈശ്വരാധീനമാണ്. അതങ്ങനെ സംഭവിക്കുന്നു. എല്ലാവരും വിവേകാനന്ദന്മാരാകുന്നില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും ശ്രീരാമപരമഹംസരാകുന്നില്ല, എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനോ ശങ്കരാചാര്യരോ ആകുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സാധകർ ശരിയായി മനസ്സിലാക്കുമ്പോൾ ശരിയായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആത്മീയതയിൽ തന്നെ പല പല വഴികളും പല പല ആൾക്കാരും പല രീതിയിലും പ്രഭാഷണങ്ങളും പുസ്തകങ്ങളും ഇറക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളതൊക്കെ അത് ദൈവാനുഗ്രഹം. എത്രേ പറയാനുള്ളൂ. അതിലൊക്കെ മനസ്സിലാക്കുന്നതും അങ്ങനെയുള്ളൊരു കേൾക്കാൻ സാധിക്കുന്നതും എല്ലാം ദൈവാനുഗ്രഹം. അപ്പോൾ അങ്ങനെ ഇവിടെ തന്നെ ഈ സർഗത്തെ, ഈ ജീവിതത്തെ തന്നെ തൈഹി ജിതഹ, അവരാൽ ജയിക്കപ്പെട്ടു എന്ന് പറയണം. ആ ബ്രഹ്മത്തിൽ തന്നെ ഇവിടെ സ്ഥിതനായിരിക്കുന്നു. അപ്പോൾ ഈ നാനാത്വത്തെ ഏകത്വത്തിൽ ദർശിച്ചുകൊണ്ട്, നാനാത്വത്തെ നിഷേധമല്ല, നാനാത്വം എന്നുള്ളത് ഉണ്ടായിട്ടേ ഇല്ല, ഇവിടെ നാനാത്വം എന്നുള്ളത് ഇല്ല എന്നതാണ്. അടുത്ത ശ്ലോകം അടുത്ത ചെറു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. നമസ്കാരം. തുടർന്നും ഇത് തന്നെയാണ് സർവകർമ്മ സന്യാസം. ആ കർമ്മസന്യാസമായ ആ പരമ ജ്ഞാന നിഷ്ഠൻ്റെ തന്നെ കാര്യങ്ങൾ തന്നെയാണ് ഇനിയും തുടർന്ന് വേറെ രീതികളിലെല്ലാം പറഞ്ഞു വരുന്നത് കുറച്ച്. നമസ്കാരം. അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം.